ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരുപാട് മണി മിസ്റ്റേക്കുകളുണ്ട്. പണം മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു വട്ടപൂജയായിരുന്നു. അന്ന് എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരുപാട് നഷ്ടം പറ്റിയ ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ആ തെറ്റുകൾ ഇനി നിങ്ങളായിട്ട് ആവർത്തിക്കരുത്. പണം സേവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു റീസണും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നാളെ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് ഇരക്കാനുള്ളൊരവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം നമുക്ക് ആവശ്യമുള്ള പണം. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എനിക്ക് ആവശ്യമില്ലാത്ത സാധനം വാങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അതായത് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു ഷൂ വിൽക്കുന്ന ഒരു വലിയ കട. ആ കടയ്ക്കകത്ത് ഷൂ ഉണ്ട്, ചെരുപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഒരു ഷൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ അതിൻ്റെ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല, വന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട്, അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ്. അത് വാങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ വില 1000 രൂപയേ ഉള്ളൂ. ഇന്നതിന് വേണമെങ്കിൽ 8000 10,000 ഒക്കെ ഉണ്ടാവുമായിരിക്കും ആ മോഡൽ സാധനത്തിന്, കാരണം വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അന്ന് 1000 എനിക്ക് വലിയൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ. ആ 1000 രൂപ കൊടുത്ത് ഞാനത് വാങ്ങി. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നാട്ടിൻ പ്രദേശമാണ്. ഞാൻ നാട്ടിലായിരുന്നു, കേരളത്തിലായിരുന്നു. അപ്പോൾ അതൊരു സിറ്റിയോ ടൗണൊന്നും അല്ല. അവിടെ അങ്ങനെ ഷൂട്ട് നടക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ഫംഗ്ഷനോ ഒരു പരിപാടിയോ വരുമ്പോൾ മാത്രം ഷൂട്ട് നടക്കേണ്ടിയിരുന്ന ഒരു കാലം. വെറും 1-2 തവണ മാത്രം ഇടാനായിട്ട് ആ സാധനം വാങ്ങി ഞാൻ 1000 രൂപ കളയേണ്ടിയിരുന്നു. പിന്നെ എല്ലാം അത് ആ ഷൂ എടുത്ത് വെക്കണ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അത് ഇടണമെന്ന് തോന്നിയിട്ടില്ല. അതിനോടുള്ളൊരു ആഗ്രഹം തീർന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഇത്ര ചെറിയൊരു കാര്യമാണ്, ഒരു 1000 രൂപയ്ക്ക് ഷൂ വാങ്ങിയത് ഇപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ട്. കാരണം ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സാധനം എനിക്ക് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും, ഈ സാധനത്തിന് എനിക്ക് ഗുണമുണ്ടോ, നാളേക്ക് ഈ സാധനം എനിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, ഈ സാധനം വാങ്ങിയാൽ ഞാൻ കാര്യമായിട്ട് അത് ഉപയോഗിച്ച് മുതലാക്കുമോ, അതോ മാസത്തിൽ 1-2 തവണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വില കൊടുത്ത് ഞാൻ മാസം 2 വട്ടം ഉപയോഗിക്കാനായിട്ട് ഇത് വാങ്ങി വെക്കേണ്ട കാര്യമുണ്ടോ? അതായത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും ഇപ്പോൾ ഒരു സാധനം വാങ്ങണമെങ്കിൽ. അതുകൊണ്ട് വീട്ടിൽ ഭാര്യയുടെ വായിൽ നിന്നും മറ്റൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നൊരു വാക്കെന്ന് പറയുന്നത് പിശുക്കൻ എന്നാണ്. പൈസ ചിലവാക്കില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് അവർ മനസ്സിലാക്കണില്ലല്ലോ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ. പക്ഷേ പിശുക്കേണ്ട സ്ഥലങ്ങളിൽ പിശുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ ഞാൻ നാളേക്ക് ഉപകാരമുള്ളൊരു സാധനം മാത്രമേ വാങ്ങൂ. പണം സേവ് ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചൊരു വഴി ഇതാണ്. പല ആൾക്കാർക്കും പല വഴികളായിരിക്കാം. എൻ്റെ ഒരു വഴി ഇതാണ്, സേവ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വില നോക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ഞാനൊന്നും മാത്രമല്ല, എൻ്റെ ഫ്രണ്ടാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അവൻ ചെയ്തൊരു പണി എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഒരു ഷൂ കട കയറി, ഇതേപോലെ തന്നെ ഷൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, വേറൊരു ഷൂ കട കയറി ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷൂ എടുത്തു. 2000 2500 എന്തുകൊണ്ട് അതിൻ്റെ വില, 2000 അല്ല 3000 രൂപയായിരുന്നു അതിൻ്റെ വില തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് മൂപ്പര് ഇറങ്ങാൻ നേരത്ത് ഓപ്പോസിറ്റ് ഷോപ്പിംഗ് മാളാണ്, ഓപ്പോസിറ്റ് വേറൊരു ഇതേപോലത്തെ കട ഉണ്ട്. അവിടെ പോയിട്ട് ചുമ്മാ ഏതായാലും വാങ്ങിയല്ലോ, ഒന്ന് കയറി നോക്കിയേക്കാം അവിടുത്തെ കളക്ഷൻസ് നിന്ന് പോയി നോക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ളൊരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് വില ചോദിച്ചു. ഏകദേശം 1200 രൂപ കുറവുണ്ട് അവിടെ. അപ്പോൾ ആദ്യത്തെ കടയിലുള്ള ആ ആൾ പറ്റിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ അതിനകത്ത് AC ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ചിലവ് കൂടുതലാണ്, സ്റ്റാഫിന് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് കടക്കാരൻ കൂടിയ വിലയ്ക്ക് വിറ്റു. അതിൻ്റെ ഭാരം ചെന്ന് നിന്നത് ഇവൻ്റെ തലയ്ക്ക്. അപ്പോൾ 1-2 സ്ഥലത്ത് വില ചോദിക്കാതെ നേരിട്ട് പോയിട്ട് കണ്ണും പൂട്ടി പോയിട്ട് ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുഴി ചാടും. അപ്പം നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ പല ആൾക്കാർക്കും ഇത് അനുഭവത്തിലുണ്ടായിരിക്കും. അതായത് ഒരു കടയിൽ പോയിട്ട് ചിലപ്പോൾ ഒരു സാരിക്ക് വില ചോദിച്ചിട്ടുണ്ടായിരിക്കും. ആ വിലയായിട്ടുള്ള അതേ സാരി തന്നെയായിരിക്കും തൊട്ടപ്പുറത്ത് അതിനേക്കാൾ ചീപ്പായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് അപ്പുറത്ത് പോയിട്ടും കൂടി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം എടുത്താൽ മതിയായിരുന്നില്ലേ? അതായത് വില ചെക്ക് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ വില പേശിയിട്ട് എടുക്കുക എന്ന് പറയുന്നതിനൊരു റെലവൻസ് ഉണ്ടെന്നാണ് പറയണത്. ഫസ്റ്റ് കട കണ്ടു, അതങ്ങോട്ട് നേരിട്ട് പോയിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഓക്കെ, പണക്കാരുടെ കാര്യത്തിൽ. ഇപ്പം അംബാനിയെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കതൊരു മാറ്ററേ അല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാരാവുമ്പോൾ, നമ്മുടെ സാധാരണക്കാരാവുമ്പോൾ 1-2 കടയിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചൊരു വലിയ വിലയുടെ സാധനമൊക്കെ ആണെങ്കിൽ കുറച്ച് ലാഭം നമുക്ക് അവിടെ കിട്ടും. വില നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കിട്ടുന്ന പണം പെട്ടെന്ന് തന്നെ അങ്ങ് ഉപയോഗിച്ച് തീർക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഒരു വർക്ക് ഫ്രീലാൻസൊക്കെ ആയിട്ട് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4000-5000 രൂപയൊക്കെ കിട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫുഡ് അടിക്കുന്ന പരിപാടിക്ക് അങ്ങോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഒറ്റയടിക്ക് അങ്ങനെ അടിച്ച് തീർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒറ്റയടിക്ക് അത് അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസാവസാനം ആകുമ്പോൾ പിന്നെ നമ്മൾ കഞ്ഞിയും ചോറും മാത്രം കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അതായത് പിന്നെയും നമുക്ക് വരുമാനം ഉണ്ടെങ്കിലല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളിയായിട്ട് പോവുള്ളൂ.
അപ്പോൾ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ മാക്സിമം അടിച്ച് പൊളിക്കാതെ കുറച്ച് മിതത്വം പാലിക്കുകയാണെങ്കിൽ അത് നമുക്ക് നാളേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് പറയണത്. പല ആൾക്കാരും പറയും ഭക്ഷണം കഴിക്കാൻ തിന്നാനൊക്കെ അല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഇനി തിന്നൽ കൂടി ഇല്ലെങ്കിൽ നാളേക്ക് നമ്മൾ ഉണ്ടോയെന്നും ഇല്ലയോ എന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്താണ് എടുത്തു വെക്കുന്നതിൽ അർത്ഥം എന്താണ്? ഭക്ഷണമല്ലേ ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ശരിയാണ്, അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുമ്പോഴത്തെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയണത്. നിങ്ങൾ പുറത്ത് പോയിട്ടൊരു ഊണ് ഉച്ചയ്ക്ക് കഴിച്ച് പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടല്ല പറയണത്. ആർഭാടപരമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ നല്ലൊരു ഹോട്ടലിലോ കയറി നല്ല രീതിയിൽ നല്ല എമൗണ്ട് ചിലവാക്കി തിന്നുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയണത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പുറത്തു പോയി കഴിച്ചു എന്ന് പറയുന്നതൊരു പാപമല്ല. പക്ഷേ കഴിച്ച സ്ഥലവും കഴിച്ച സാധനത്തിൻ്റെ വിലയും പ്രധാനപ്പെട്ടതാണ്. അതിന് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് 5 പൈസ എടുത്ത് വയ്ക്കാൻ കിട്ടില്ല. 4-മതായിട്ട് ഞാൻ ചെയ്തിരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തെറ്റാണ്. അതായത് ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ 100% മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിലും നല്ലൊരു ശതമാനം, ഒരു 90-95% ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിന് പല പാഠങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പലതുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കൂടി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അല്ല, വേറെ വർക്ക് ചെയ്യാൻ വേറെ കമ്പനിയിലേക്ക് മാറിയിരുന്നു. സോ മൂപ്പരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് പണം വാങ്ങിക്കാറുണ്ടായിരുന്നു. കുറവാണ്, അധികം വാങ്ങലില്ല, വളരെ ചുരുക്ക സമയത്തേ ഞാൻ വാങ്ങലുള്ളൂ. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പൈസ തിരിച്ചു കൊടുക്കാൻ ഉണ്ടായെന്ന് വരില്ല. നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ, കുറച്ച് സമയം വേണ്ടി വരുമല്ലോ. അപ്പോൾ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ആവുന്ന സമയത്ത് അവർ നമ്മളെ അടുത്ത് ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റും, എന്താ എടാ പൈസ റെഡിയായോ, ജന്ന് മേടിച്ചത്. നമ്മളാ സാധനം തിരിച്ചു കൊടുക്കണം. അതായത് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് തിരിച്ചു കിട്ടേണ്ട പണം. നമ്മളോ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒഴിവഴിവ് പറയേണ്ട, എക്സ്ക്യൂസ് പറയേണ്ട ഒരവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കില്ലേ, ഇവൻ ഇങ്ങനെ വന്ന് ചോദിക്കണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, കടം മേടിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അത്ര നല്ല കാര്യമല്ല. അതിപ്പോൾ പേഴ്സണലാണെങ്കിലും ശരി, ബാങ്കിൽ പോയിട്ട് കടം എടുക്കുന്ന കാര്യമാണെങ്കിലും ശരി, അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് എടുത്ത കടം നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു 10 രൂപ വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. അതല്ലെങ്കിൽ ഈ തിരിച്ചു ചോദിക്കൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടേയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും വന്ന് ചോദിക്കാം, എവിടെ, എന്തായി, കിട്ടിയോ, റെഡിയായോ, എപ്പോഴാണ് തരിക. ഇതൊരു തലവേദന ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പണം എടുത്ത് വെച്ച് എൻ്റെ ആവശ്യത്തിന് ഞാൻ തന്നെ സേവ് ചെയ്ത് വെച്ച് ഞാൻ തന്നെ, അതായത് കടന്ന് പറയണ സാധനം അന്നത്തോടു കൂടി ഞാൻ തീർത്തതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ലാസ്റ്റ് കടം. പിന്നെ ഞാൻ മേടിച്ചിട്ടില്ല. അത് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ മേടിച്ചിട്ടേയില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളും കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിൽ നിന്നാണെങ്കിൽ പോലും ഈ കടം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. കിടന്ന ഉറക്കം വരും. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ ഇടുന്ന ഏതൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഭയങ്കര വ്യൂ ആയിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ അത് കാണാൻ വരുന്നത്. അതേപോലെ തന്നെ കുടുംബ കോടതിയിൽ ഡിവോഴ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു നിരയുണ്ടല്ലോ, ക്യൂ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെടും. അത്രയും പേരാണ് വേർപിരിയാനായിട്ട് കാത്തു നിൽക്കുന്നത്. ഇവിടെ പ്രായം ഒരു വിഷയമേ അല്ല. ഏകദേശം ഒരു 18-20 വയസ്സൊക്കെ തൊട്ട് തുടങ്ങിയിട്ട്, അതായത് ഒരു 20 വയസ്സ് തൊട്ട് ഒരു 65-70 വയസ്സ് വരെയുള്ള മനുഷ്യരെ നമുക്കവിടെ കാണാൻ പറ്റും, ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പോൾ ബന്ധം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, എങ്ങനെ അടി ഉണ്ടാക്കാതെ കൊണ്ടുപോകണം, എങ്ങനെ വഴക്കുകൾ തീർത്തുകൊണ്ട് കൊണ്ടുപോകണം, എങ്ങനെ പാർട്ട്ണറെ സ്നേഹിക്കണം, എങ്ങനെ പാർട്ട്ണറെ കൊണ്ട് തിരിച്ച് സ്നേഹിപ്പിക്കണം, അങ്ങനെ തൊട്ടിട്ട് ഒരു ബന്ധം നിലനിൽക്കാനായിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല, നമുക്കറിയത്തില്ല. ഇത് നിങ്ങളുടെ കുറ്റമാണോ പറഞ്ഞു തരാത്തതും, നിങ്ങൾ അറിയാത്തതും പഠിക്കാത്തതും? അല്ല, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. ഇനി ഭാവിയിൽ വരുമായിരിക്കാം. സോ അവിടെയാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അറിയേണ്ടുന്ന A to Z കാര്യങ്ങൾ നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ടാണ് വരുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിൽ ചേരാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 5-മതായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, സേവ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ. അതായത് നമ്മൾ പറയുന്ന ഒരു സാലറി വന്നു കഴിഞ്ഞാൽ അതിൽ 50, അതിൽ 30, അതിൽ 20% നമ്മൾ എടുത്തു വെക്കണം. 50-ഉം 30-ഉം ചിലവിന് വേണ്ടിയിട്ടാണ്. ആ 20 എടുത്ത് വെക്കണം. പക്ഷേ ചെറിയ ചെറിയ എമൗണ്ടുകൾ വരുമ്പോൾ നമ്മളിത് മൈൻഡ് ചെയ്യില്ല. ഒരു 500 രൂപ വന്നു, അതിപ്പോൾ എത്ര എടുത്ത് വെക്കാനുണ്ടോ? ഒരു 2000 രൂപ വന്നു, അത് എടുത്ത് വെക്കാനുണ്ടോ? ചിലവിന് പോലും തികയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അതിലും നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ പിടിക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും,
ഇങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ പിടിച്ച് ചിലവാക്കുന്നതാണോ ന്യായം എന്ന് നിങ്ങൾ ചോദിക്കും. നമ്മൾ പണം ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഉള്ളതിൽ നിന്നിങ്ങനെ പിച്ച് എടുത്തിട്ട് നമ്മളങ്ങനെ ചിലവ് ചെയ്ത് ജീവിക്കുകയാണോ വേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കും. അനദർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓക്കെ, വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഇത് എല്ലാവരെ കൊണ്ടും പറ്റുമോ? ഒന്നിൽ കൂടുതൽ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും? എന്തായാലും ഒരു 90% ആൾക്കാരും അങ്ങനെ അല്ലല്ലോ. ഒരു 10% ആൾക്കാർ അല്ലെങ്കിൽ ഒരു 15% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉള്ളത്. അങ്ങനെയെന്ന് പറയുന്ന സമയത്ത് ഈ 90%-ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ടൻറ്റ് ചെയ്യുന്നത്. സോ പണം കുറവുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാനല്ലേ ശ്രമിക്കേണ്ടതെന്ന് പറയുന്നത് ഈ 90% ആൾക്കാർക്കും നടക്കുന്നില്ല. 10% ആൾക്കാർ മാത്രമേ അല്ലെങ്കിൽ അതിനകത്ത് വിജയിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 90% ആൾക്കാരും ഒരു വരുമാന മാർഗ്ഗം കൊണ്ട്, ഒരു സാലറി കൊണ്ടാണ് ജീവിച്ചു പോണത്. അതുകൊണ്ടാണ് പറയണത്, കിട്ടുന്നത് 500,000 1000 ആണെങ്കിലും 2000 ആണെങ്കിലും 2500 3000 ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് കുറച്ചുമെങ്കിലും എടുത്തു വെക്കാൻ പറ്റണം. കുറച്ചെങ്കിലും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം, മനഃപൂർവ്വമായിട്ട് നിങ്ങളൊരു എഫേർട്ട് ഇടണം. 6ാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബജറ്റ് ഇട്ടിട്ട് ജീവിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചിരുന്നില്ല. നമ്മുടെ വീടിൻ്റെ അവസ്ഥ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ നമ്മൾ ബജറ്റ് കേട്ടിട്ടുണ്ട്. എന്താ സംഭവം? അതായത് നമ്മൾ ഓരോ ചിലവിനും ഇത്ര എമൗണ്ട് മാറ്റി വയ്ക്കുന്നു, ഇത്ര ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു, അങ്ങനെ മൊത്തം ഇത്രയും എമൗണ്ട് നമ്മുടെ ഒരു മാസത്തെ വീട്ടു ചിലവിനും നമ്മുടെ ചിലവിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ ചിലവിനായിട്ട് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന പൈസ മൊത്തം ചിലവിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ചിലവ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ആകുന്നൊരു സാധനമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒരിക്കലും അസ്തമിക്കുന്നൊരു സാധനമല്ല. അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, ഇൻഫിനിറ്റ് ആണെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് എത്ര എടുത്തു വെക്കണം, എത്ര ചിലവാക്കണം എന്നുള്ളത് നിങ്ങളുടെ ബജറ്റാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ബജറ്റിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. ലാസ്റ്റ് നിങ്ങൾ കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് തന്നെ എത്തും. ആ ഒരു അവസ്ഥയിലേക്കൊന്നും നിങ്ങൾ എത്താതിരിക്കട്ടെ. ബജറ്റ് ഇട്ടിട്ട് ജീവിക്കുകയാണെങ്കിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. കൂടുതൽ ചിലവാക്കാനുള്ള ഒരു ഏരിയ, ഒരു സ്പേസ് അവിടെ ഇല്ല. അത് നിങ്ങളും അറിയണം, നിങ്ങളുടെ ഫാമിലിയും അറിയണം ഈ ബജറ്റ്. 7ാമത്തെ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് കിട്ടിയിരുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 18,000-20,000 ആ ഒരു എമൗണ്ടിലാണ് അന്ന് കിട്ടുന്നത്. പറയണത് ഒരു 10 വർഷം പത്തെ കഥ കേട്ടോ, ഒരുപാട് പണ്ടൊന്നുമല്ല, 10-15 വർഷത്തിൻ്റെ ഉള്ളിലത്തെ കഥയാണ്. അപ്പോൾ ആ ഒരു കാലത്ത് ഈ 20,000 വെച്ചിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമാണ്. അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. 10,000 രൂപയ്ക്ക് വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പലതും വാങ്ങി പലതും ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ 20,000 എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തികയുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ചിലവുണ്ട്. പലപ്പോഴും എനിക്ക് 22,000 23,000 രൂപയ്ക്ക് വരെയുള്ള ചിലവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ ഞാൻ ഈ കടം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഒരു വലിയ തെറ്റെന്ന് പറയുന്നത് വരവിൽ കവിഞ്ഞിട്ടുള്ള ചിലവാണ്. ഈ ചിലവ് എനിക്ക് ശരിക്കിട്ടൊരു പണി തന്ന് ഏകദേശം ഒരു 10-25 വയസ്സ് 26 വയസ്സൊക്കെ ആയപ്പോൾ കുറേശ്ശെ ബോധം വന്നു തുടങ്ങി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കിട്ടണ പൈസ മൊത്തം എടുത്ത് അടിച്ച് പൊളിച്ച് ചിലവാക്കുക, അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് അടിച്ച് പൊളിക്കൽ പോട്ടെ, ജീവിക്കാനായിട്ട് നമ്മളങ്ങ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പിന്നെ കയ്യിൽ എന്താ ഉണ്ടാവുക? ആ അവസ്ഥയിൽ ഞാൻ തിരിച്ചറിഞ്ഞു, വരവിൻ്റെ ഉള്ളിൽ ജീവിക്കണം, അമിതമായിട്ട് ചിലവാക്കാൻ നിൽക്കരുത്. വരവിൽ കവിഞ്ഞ് ചിലവുണ്ടാക്കിയാൽ കടം പെരുകും, നമ്മൾ കുടുങ്ങിപ്പോകും. പലപ്പോഴും നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ മുമ്പിലുള്ള ഒരു ഷോ ഓഫാണ്, പ്രഹസനമാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് അവിടെ പോകാൻ പറ്റും, എനിക്കിതിൽ പോകാൻ പറ്റും, എനിക്ക് ബൈക്ക് വാങ്ങാൻ പറ്റും, എനിക്കതിൻ്റെ വാങ്ങാൻ പറ്റും. ഇതിനൊക്കെ EMI അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലവ് കൂടുന്നുണ്ട്, പല രീതിയിലും പണം പോകുന്നുണ്ട്. അതായത് ജീവിക്കാൻ അധികം പൈസ ആവശ്യമില്ല, മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ജീവിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് പൈസ ആവശ്യമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കേണ്ടെന്ന് വെച്ചാൽ മതി, പ്രശ്നം സോൾവ് ആയില്ലേ. 8ാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പൈസ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു, കുറേ കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഈ റീസെൻ്റിലാണ് എനിക്ക് എമർജൻസി ഫണ്ടൊക്കെ ബിൽഡായത്. ഏറിപ്പോയി പറയുകയാണെങ്കിൽ ഒരു 6-7-8 വർഷത്തിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ടാവുള്ളൂ. അതിപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനതിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം പണത്തിൻ്റെ കാര്യത്തിൽ അത്ര ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ എമർജൻസി ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജോലി വിട്ട് പോകാൻ പറ്റില്ല, ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അതായത് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല.
ഇപ്പോൾ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട്, ഞാനിപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് 2025 മാർച്ചിലാണ്. അതായത് ഈ മാർച്ചോട് കൂടി ഞാൻ എൻ്റെ 9 to 5 ജോബ് വിടാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം കൊണ്ട്. മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും വരുമാന മാർഗ്ഗങ്ങളും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ബിസിനസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയമില്ലാതെ ഇറങ്ങാൻ പറ്റും. എന്തെങ്കിലും ആകസ്മികമായിട്ടുള്ളൊരു സംഭവം വന്നാൽ പോലും ഈ എമർജൻസി ഫണ്ട് നേരിടാൻ അവിടെ ഉണ്ടായിരിക്കും. സോ 6 മാസത്തേക്കുള്ള നിങ്ങളുടെ ഫാമിലിയുടെയും നിങ്ങളുടെയൊക്കെ ചിലവ് നടത്തി പോകാനുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും ലിക്വിഡായിട്ടുണ്ടായിരിക്കണം. ഇതാണ് എമർജൻസി ഫണ്ട്. ഇതില്ലെങ്കിൽ പേടിച്ച് ജീവിക്കേണ്ടി വരും. മുതലാളി പറയണ ആട്ടും തുപ്പും കേട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പോടേ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് നിൽക്കാൻ പറ്റും. മുതലാളി വന്ന് ചൊറിയാൻ നിൽക്കുമ്പോൾ മറ്റതൊന്നും പറ്റില്ല. യെസ് എസ്മാ എന്ന് പറയണ, യെസ് അംബ്ര എന്ന് പറയില്ലേ, ആ അവസ്ഥയിൽ നിൽക്കേണ്ടി വരും. 9ാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് എനിക്ക് പറ്റിയതല്ല, എൻ്റെ ഒരു റിലേറ്റീവിന് പറ്റിയതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്വിക്ക് റിച്ച് സ്കീം, അതായത് ഒറ്റയടിക്ക് പൈസക്കാരനാവാനുള്ള വഴി. ഇങ്ങനെയുള്ളൊരു പരിപാടി പല ആൾക്കാരെയും കുഴി കൊണ്ടുപോയി ചാടിക്കാറുണ്ട്. അങ്ങനെ കുഴി ചാടിയ ഒരാളാണ് എൻ്റെ റിലേറ്റീവ്. അതായത് പുള്ളി ഇതുപോലെ മെസ്സേജ് കാര്യങ്ങളൊക്കെ, നമുക്ക് ഇഷ്ടം പോലെ ഫ്രോഡ് മെസ്സേജുകളും മറ്റതൊക്കെ വരാറുണ്ടല്ലോ നമുക്ക് മെസ്സേജുകൾ. അങ്ങനെ ഇടൂ, ഇതിൽ ഉണ്ടാക്കൂ, പൈസ ഉണ്ടാക്കൂ, നിങ്ങൾ ലോൺ എടുക്കൂ, അങ്ങനെ എടുക്കൂ, അവിടുന്ന് എടുക്കൂ, ഇങ്ങനെ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് നോർമൽ മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് എല്ലാം ആയിട്ട് വരും. ഒന്നിനകത്ത് പോയിട്ട് ഇങ്ങേര് കുടുങ്ങിയെന്ന് മാത്രമല്ല നല്ലൊരു എമൗണ്ട് നഷ്ടത്തിൽ വരികയും ചെയ്തു. ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിൽ എമൗണ്ട് നഷ്ടമായിട്ട് പോയി. അതായത് ഇതൊരു ഫ്രോജറി, എന്താ പറയുക, തട്ടിപ്പ് എന്ന് പറയില്ല, സ്കാം ആയിരുന്നു ഈ പരിപാടി. ഇതിനകത്ത് ആണ് പോയിട്ട് അറിയാണ്ട് പൈസ കൊടുത്തു പോയത്. ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് കരുതി ചെയ്ത സാധനമാണ് ഇത്. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലായിരുന്നു. കുറേ പേര് നോർത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇമ്മാതിരി പരിപാടി ചെയ്യുന്നതാണെന്നുള്ളതൊക്കെ പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും സംഗതി പോയി കഴിഞ്ഞിരുന്നു. സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു വഴി കണ്ടുപിടിച്ചതാണ്. ആര് കണ്ടുപിടിച്ചു? നമ്മൾ കണ്ടുപിടിച്ച വഴി കൂടിയല്ല, നമ്മളവർ കെണിയിൽ പെടുത്തി. സോ ഇങ്ങനെ കെണികൾ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പണക്കാരായി മാറാം എന്നുള്ളൊരു പ്ലാനും വെച്ച് ആരും ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അതായത് എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു വിലയുണ്ട്, അത് നമ്മൾ കൊടുത്തേ പറ്റൂ. ഒരു ആൾക്കും ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും പണക്കാരനോ പണക്കാരിയോ ആയിട്ട് മാറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും ആ ഒരാളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആ ഒരു കാര്യം പഠിച്ചെടുത്തു. എത്ര നേരത്തെ നിങ്ങളത് പഠിച്ചെടുക്കുന്നോ അത്രയും നല്ലത്. നിങ്ങൾ ന്യൂസ് തന്നെ കേൾക്കാറില്ലേ, ഇത്ര എമൗണ്ട് പോയി, അങ്ങനെ പറ്റിച്ചു, ഇങ്ങനെ പറ്റിച്ചു, അത് പറ്റിച്ചു, ഇത് പറ്റിച്ചു. ഡോക്ടർമാരെ എഞ്ചിനീയർമാരൊക്കെയാണ് പറ്റിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം അല്ല ഇവിടെ പ്രശ്നം, പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പ്രശ്നം. അതാണ് നിങ്ങളെ കുഴി കൊണ്ടുപോയി ചാടിക്കുന്നത്. ക്വിക്ക് റിച്ച് സ്കീം എന്ന് പറയുന്ന പരിപാടി ട്രാപ്പാണ്, മനസ്സിലാക്കുക. 10ാമത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഭാവിയിലേക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി പണം എടുത്തു വയ്ക്കുന്ന പരിപാടി നമ്മൾ ആരും ചിന്തിക്കാറില്ല. നിങ്ങൾ പണം എടുത്തു വയ്ക്കുന്നുണ്ടാവും, സേവ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു 20 25 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളെ പോറ്റാനുള്ള പണം നിങ്ങളിപ്പോൾ എടുത്തു വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? എത്ര പേര് എടുത്തു വയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അധികം പേരും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. എൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനത് മാറ്റി ചിന്തിച്ച് തുടങ്ങി. അതായത് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇന്ന് എനിക്ക് വരുമാനമുണ്ട്. ഒരു പക്ഷേ എനിക്ക് 50 വയസ്സിൽ ആ വരുമാനം ഉണ്ടാകണമെന്നില്ല. ഇപ്പോഴത്തെ ജോലികളോ ഇപ്പോഴത്തെ സാധ്യതകളോ ആയിരിക്കണമെന്നില്ല അന്ന്. അപ്പോൾ അന്നേക്ക് നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ ഇന്ന് മുതൽ കരുതി വച്ചില്ലെങ്കിൽ നമ്മുടെ ശ്വാസം പോകുന്നവരെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. സോ നാളേക്ക് എടുത്തു വയ്ക്കുക. നാളേക്ക് എടുത്തു വയ്ക്കാൻ പ്രത്യേകിച്ചൊരു കാരണം നിങ്ങൾക്ക് ആവശ്യമില്ല. സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഭാവിയിലേക്ക് വേണ്ടി നിങ്ങൾ പണം എടുത്തു വയ്ക്കാൻ നിങ്ങൾക്കൊരു കാരണം ആവശ്യമില്ല. ഇതാണ് ആ ബുക്ക്. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പണം നിങ്ങൾ എടുത്തു വെക്കണം, സേവ് ചെയ്യണം. ഞാൻ പറഞ്ഞ പല പോയിൻറ്റ്സും എൻ്റെ പല മിസ്റ്റേക്കുകളും ഈ ബുക്കിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടാതിരിക്കട്ടെ. ഇന്ന് തന്നെ സേവ് ചെയ്ത് തുടങ്ങുക.